ഞങ്ങൾ ഇന്ന് നാരങ്ങത്തോട്ടിലേക്കുള്ള യാത്രയിലാണ്. ആദ്യം ഞങ്ങൾ ഗ്യാസ് ഒക്കെ നിറച്ച് ഇതാക്കി. വണ്ടിൻ്റെ പുക ഇല്ലായിരുന്നു, അത് പുക പരിശോധന ഒക്കെ ചെയ്തു. ഞങ്ങൾ വണ്ടി യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അരീക്കോട് എത്തുന്നതിന് മുന്നേ പൂക്കോട്ട് ചോലയിൽ നിന്നും ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര പതിയെ അരീക്കോട് ടൗണ് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഒരുപാട് കാലത്തെ ഒരാഗ്രഹമായിരുന്നു യാത്രയിൽ ഫുഡൊക്കെ വെച്ചുണ്ടാക്കുക എന്ന്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ നാരങ്ങത്തോട്ടുകളിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ഫുഡ് വെക്കാനുള്ള എല്ലാ ഐറ്റംസുകളും കരുതി ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ യാത്രയിൽ ഞങ്ങളോട് കൂടെയുള്ളത് ഞങ്ങളുടെ പ്രവാസി സുഹൃത്തായ അഫ്സൽ, ഫാഹിസ് എന്നിവരാണ്. റിയാസാണ് ഞങ്ങളുടെ വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ മുത്ത്. അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടി അങ്ങാടിയിൽ നിന്നും നാരങ്ങത്തോട്ടിലേക്കുള്ള യാത്രയിൽ മഴ അപ്രതീക്ഷിതമായി വന്നു. അങ്ങനെ ഞങ്ങൾ ആ ചാറ്റൽ മഴയിൽ ഞങ്ങളങ്ങനെ സഞ്ചാരം ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ നാരങ്ങത്തോട്ടിൽ എത്തി. ആ വെള്ളം പൊടിച്ചൊക്കെ വരുന്നത് അഫ്സലാണ്, ബാക്കിൽ കൊച്ചു. അങ്ങനെ ഞങ്ങൾ നാരങ്ങത്തോട്ടിൽ എത്തി. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള കുക്കറൊക്കെയാണ് അതാ കാണുന്നത്. ഞങ്ങളങ്ങനെ ഒരു പാറൻ്റെ ഇടയിൽ വെച്ചു ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾ തുടക്കം കുറിച്ചു. അഫ്സലിൻ്റെ നേതൃത്വത്തിലായിരുന്നു, മധുഹൂത്തായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ അഫ്സലാണ് അതിൻ്റെ മുദീർ. അങ്ങനെ ഞങ്ങൾ ഗ്യാസ് അടുപ്പൊക്കെ കത്തിച്ചു. ഞങ്ങൾ അങ്ങനെ ആദ്യമായി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കി. അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഇത് തുടങ്ങി. ചിക്കൻ ഫാഹിസ് അങ്ങനെ പോയി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കുന്നതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അവൻ ഇന്നേ വരെ ചിക്കൻ കഴുകി പരിചയമില്ലാത്ത ഒരാളാണ്. അങ്ങനെ അവനോട് തന്നെ ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഞങ്ങൾ ഒന്ന് പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പരിപാടിയിലേക്ക് വീണ്ടും തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായി ഓരോ പണി തുടങ്ങി. അഫ്സലാണ് അതിൻ്റെ മുദീറായിരുന്നത് കൊണ്ട് അഫ്സലിന് തന്നെ മൊത്തത്തിൽ ഞങ്ങൾ വിട്ടുകൊടുത്തു. അങ്ങനെ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇതാക്കുന്നതിനിടയിൽ മഴ അപ്രതീക്ഷിതമായി അവിടെയും പെയ്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് റിയാസ് പറഞ്ഞത്, അടുപ്പ് നമുക്ക് സ്ഥലം മാറ്റാം, അവിടെ നിന്നും അപ്പുറത്തേക്ക് മാറ്റി വെക്കാം എന്നുള്ളൊരു അഭിപ്രായം റിയാസിൻ്റെത് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ രണ്ടുപേർ അവിടെ കുളിക്കാനിറങ്ങി. ഞങ്ങൾ കൂട്ടത്തിൽ നിന്നും വന്ന രണ്ടുപേർ. അങ്ങനെ അവർ കുളിച്ച് കളിക്കുകയാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ വീക്ഷിച്ച് കുക്കറിൻ്റെ വിസിലും കാത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. കുക്കർ വിസിലടിച്ചാൽ തന്നെ അരി ഇടണം എന്നാണ് അഫ്സൽ പറഞ്ഞത്. അങ്ങനെ കുക്കറിൻ്റെ വിളിയൊന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ വിളിയും കാത്ത് ആ പുഴയിൽ നാരങ്ങത്തോട്ടിൽ ഞങ്ങൾ നീരാടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ എല്ലാവരും തന്നെ കാത്തിരുന്ന ആ കുക്കറിൻ്റെ വിസിൽ അപ്രതീക്ഷിതമായി വന്നു. എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ
ഫുഡ് ഉണ്ടാക്കിയത് റെഡിയായി. ഫുഡ് അങ്ങനെ റിയാസാണ് വിളമ്പുന്നത്. റിയാസ് ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ തന്നെ വിളമ്പാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും വീണ്ടും കുളിക്കാനിറങ്ങിയതിന് ശേഷം എല്ലാവരും ഓരോരുത്തരായി